പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി ഹല്ലേലൂയ ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്തു നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് സൂക്ഷിച്ചു. അതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു എന്നാണല്ലോ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അങ്ങനെ വൻ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ മുമ്പിൽ വാതിലുകളെ തുറന്നു തരുന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവിക സമാധാനത്തിൽ നമ്മളെ സൂക്ഷിക്കുന്ന നമ്മുടെ അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം അതിൻ്റെ 63-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ കർത്താവിനെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം കർത്താവിനായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം കർത്താവിനായി കാംക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ കർത്താവിനെ വാഴ്ത്തും. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ള തരങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറയാം. സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവ് ചെയ്ത നന്മകളെ നമുക്ക് ഓർക്കാം. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഫെബ്രുവരി മാസം അത്ഭുതമായി നമ്മളെ നടത്തിയത് ഓർക്കാം. ആമേൻ. എത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് നടത്തി, എത്ര അതിശയകരമായിട്ട് കർത്താവ് നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും ഒക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ദൈവിക സംരക്ഷണവും കർത്താവിൻ്റെ പ്രൊവിഷനും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇവരിൽ നിന്ന് മാറി നിൽക്കട്ടെ. എല്ലാ രോഗത്തിൻ്റെ ശക്തികളും രോഗത്തിൻ്റെ കെട്ടുകളും ആമേൻ നസ്രനായ യേശുവിൻ നാമത്തിൽ മാറി നിൽക്കുവാൻ കൽപ്പിക്കുന്നു. വേദനകൾ മാറി നിൽക്കട്ടെ. ആമേൻ. ട്യൂമറുകൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോട്ടെ. എല്ലാ അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ മേലും ദൈവിക അത്ഭുതം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. രക്തക്കൊഴലുകൾ ആമേൻ ആമേൻ രക്തം ശുദ്ധമായി തീരട്ടെ. രക്തത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ രക്തത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ രക്തസംബന്ധമായ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൻക്രിയാസിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ ഇന്ന് പകൽക്കാലം ഇടവരുത്തിയിരിക്കുന്നതിന് സ്തോത്രം. അതാവേ, ഞങ്ങൾ 12th and 10th ഗ്രേഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ എക്സാമിന് വേണ്ടി ആമേൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ നിയോഗങ്ങളും ആത്മശക്തിയും കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകത്തെമ്പാടും ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ലോകവ്യാപകമായി ഒരു ഉണർവ് യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പുറപ്പെടട്ടെ. അപ്പനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ ഉപയോഗിക്കണമേ. ശക്തമായ നിലയിൽ ഈ അന്ത്യകാലത്ത് കർത്താവ് തന്നെ ദാസന്മാരെ
വിനിയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നു അവിടെ എല്ലാം ഒരു റിവൈവൽ ഉണ്ടാകാൻ അപ്പനോട് പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഇവർ ഈ സന്ദേശം എവിടെ നിന്ന് കേൾക്കുന്നു അവിടെ എല്ലാം ഒരു ആത്മീക നവോത്ഥാനം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പാപത്തിൻ്റെ ശക്തികൾ വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനവും പരിജ്ഞാനവും ബുദ്ധിയും ഒക്കെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ, തൻ്റെ കുഞ്ഞുങ്ങളെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന സകലത്തിൽ നിന്നും ഈ ദിവസങ്ങളിൽ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളെ അപ്പോൾ ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, സാധാരണമായ മീറ്റിംഗായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന സമയം അതിന് കർത്താവ് 1000 മടങ്ങായി മടക്കിത്തരും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമാണ്, ഉത്തമമാണെന്ന് പറയാനുള്ള കാരണം അത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുവാൻ കിട്ടുന്ന സമയം പാഴാക്കി കളയാതെ കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഇവിടെ നമുക്ക് ചിലവഴിക്കുന്ന സമയത്തിനെല്ലാം കർത്താവ് എന്ത് ചെയ്യും? എക്സ്ട്രാ സമയം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കേട്ടോ, പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീണ്ടും സങ്കീർത്തനത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന. 34-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവൻ ഇന്നലെ നമ്മൾ കണ്ടു 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഇന്നലെ അതായിരുന്നു കേട്ടത്. ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്ത് ചെയ്യും? ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. അപ്പം വീണ്ടും അവിടെ നമുക്കൊരു കൺഫർമേഷൻ തരികയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. മോനെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ട് മറുപടി ഉണ്ടാകും. മോളെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി ഉണ്ടാകും. മാതാവേ, പിതാവേ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടി ഉണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രാർത്ഥിച്ചു മടുത്തു പോകരുത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് മടുത്തു പോകണ്ട, നിശ്ചയമായിട്ടും പ്രാർത്ഥനയുടെ മറുപടി വരും. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇന്നൊരു സ്തോത്രം പറഞ്ഞ് അതിൻ്റെ മറുപടിയുടെ സീസൺ അടുത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഉണ്ടെന്ന് കർത്താവ് നമ്മളെ വചനത്തിലൂടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീടിനകത്തെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം, നിശ്ചയമായിട്ടും ആമേൻ അതിന് മറുപടി വരിക തന്നെ ചെയ്യും. ആമേൻ, കർത്താവ് അത് തക്ക സമയത്ത് അയച്ചു തരും. ഇന്ന് പരിശുദ്ധാത്മാവോടെ പറയുന്നത്, ദാവീദ് അപേക്ഷിച്ചപ്പോൾ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഈ ഭയമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവത്തിൻ്റെ ഭയം, ദൈവഭയമെന്നല്ലാതെ വേറൊരു ഭയം ദൈവത്തിൽ നിന്നില്ല. രോഗഭയം, മരണഭയം, മനുഷ്യഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, അയ്യോ എന്തായിത്തീരും, തകർന്നു പോകുമോ, നശിച്ചു പോകുമോ എന്നുള്ള ഭയം, ഇതൊന്നും ദൈവം തരുന്നതല്ല. ഇതെല്ലാം പിശാച് കൊണ്ടിരുന്ന നമ്മളെ അലട്ടുവാൻ, നമ്മളെ ഇനാക്റ്റീവ് ആക്കിയെടുക്കുവാൻ, നമ്മളെ മുൻപോട്ടുള്ള യാത്രയെ തടയുവാനായിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടിരുന്ന ഒരു തന്ത്രമുണ്ട്. അത് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവമക്കൾ തിരിച്ചറിയണം. പല ഭയങ്ങളും നമ്മളെ തകർത്ത് കളയുന്ന ഭയങ്ങളാണ്. അയ്യോ, ചിലർക്കാണ് ഇന്ന രോഗമാണോ എന്നുള്ളൊരു ഭയമാണ്, അല്ലെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരുമെന്നുള്ള ഭയമാണ്. ഇങ്ങനെയുള്ള ഭയങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതുകൊണ്ട് ഭയം, ദൈവത്തിൽ നിന്നുള്ള ഭയം ദൈവത്തെ ഉള്ള ഭയമാണ്, ദൈവഭയമാണ്. അത് ദൈവത്തോട് ബഹുമാനത്തോടു കൂടെയുള്ള ഭയമാണ്. ആ ഭയം മാത്രം നമുക്ക് മതി. മറ്റു ഭയങ്ങളൊന്നും ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ, ഭയമെന്ന് പറയുന്നത് പിശാചിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയണം. ആമേൻ. എന്നിട്ട് ആ ഭയം എന്നെ ഇനാക്റ്റീവ് ആക്കുമെന്ന് തിരിച്ചറിയണം. ആമേൻ. ആ ഭയം എന്നെ രോഗിയാക്കി മാറ്റുമെന്ന് തിരിച്ചറിയണം. ആ ഭയം എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഓർത്തോണം, ഇത് ദൈവമല്ല പ്രവർത്തിക്കുന്നത്, മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത്. ദൈവം കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭയങ്ങളെല്ലാം മാറിപ്പോകാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവ് ഇന്ന വിഷയത്തിൽ എൻ്റെ ഉള്ളിലൊരു ഭയം കിടക്കുക, അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങും. നമ്മൾ ഭയം കൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ പോകരുത്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കരുത്. ഭയം ദൈവത്തിൽ നിന്നല്ല. ആമേൻ. ഭയം മനുഷ്യനിൽ നിന്നും പിശാചിൽ നിന്നുമാണ് വരുന്നത്. യാത്രാ ഭയം, ആമേൻ, യാത്ര ചെയ്യാനുള്ള ഭയം, വാഹനത്തിൽ കയറാനുള്ള ഭയം, അത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആമേൻ. കപ്പലിൽ കയറാൻ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെയുള്ള യാത്രയാണെങ്കിലും ആകാശമാർഗമുള്ള യാത്രയാണെങ്കിലും പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഇന്ന് ഈ ഭയമൊന്നും ദൈവത്തിൻ്റെ അല്ല. ദൈവം ഭയമല്ല തന്നത്, ദൈവം നമുക്ക് ധൈര്യമാണ് തന്നത്.
പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ഉറപ്പിൻ്റെ ആത്മാവാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഭയം മാറിപ്പോകട്ടെ, സ്കൂളിൽ പോകുന്നതിനുള്ള ഭയം മാറിപ്പോകട്ടെ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഭയത്തിൻ്റെ ആത്മാവല്ല. അതുകൊണ്ട് ഭയം എന്ത് ചെയ്യണം? ഭയത്തെ പുറത്താക്കണം. 2, ആമേൻ ഭയം യേശുവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നിൽ നിന്നും ഭയങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പിതാവിനോട് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഭയങ്ങളെല്ലാം നമ്മൾ നീങ്ങിപ്പോകും കേട്ടോ. ഭയത്തോടെ ജീവിക്കാനല്ല കർത്താവ് വിളിച്ചത്. ദൈവഭയം വേണം. ആമേൻ. പക്ഷേ വേണ്ടാത്ത അനാവശ്യമായ ഭയം, അയ്യോ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം, ഇതൊന്നും നമുക്കുള്ളതല്ല, ഇതൊന്നും നമ്മുടെ ഓഹരിയല്ല. ആമേൻ. ഭയത്തിന് പരിഹാരമെന്ന് പറഞ്ഞാൽ ആ ഭയത്തിന് ആമേൻ ഓപ്പോസിറ്റായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ പ്രൊക്ലെയിം ചെയ്യുക, നിരന്തരമായി പറയുക. നിരന്തരമായി ഇപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുക, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. രോഗഭയമാണെങ്കിൽ വിളിച്ച് പറയുക, യേശുവിൻ്റെ അടിപ്പെടലാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ എന്ന് ഇങ്ങനെ ഭയത്തിൻ്റെ എതിരായുള്ള ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു ആ വാക്യങ്ങളെ വിളിച്ച് പറയുക. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അതിനായിട്ട് നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ. ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഭയം, ആമേൻ, ചിലർക്ക് ഉറങ്ങാൻ പേടിയാണ്, ഉറങ്ങുമ്പോൾ ഭയമാണ്, അയ്യോ ഇന്ന് ഉറങ്ങിപ്പോയാൽ എന്നാ ചെയ്യും എന്നുള്ള ഭയം, ഉറങ്ങിയാൽ മരിച്ചു പോകുമോ എന്നുള്ള ഭയം, ഉറങ്ങുമ്പോൾ കണ്ണടച്ചാൽ വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണുമോ എന്നുള്ള ഭയം. ഇങ്ങനെയുള്ള ഭയങ്ങളെല്ലാം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവേ, കുഞ്ഞുങ്ങളെ ഒരിക്കലൂടെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. ഇങ്ങോട്ട് നോക്കി, ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ എന്തുകൊണ്ടാണ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ച് പേർ കൂടെ അയച്ചു കൊടുക്കുക, അവരും കേൾക്കട്ടെ, അവരുടെ ജീവിതത്തിലും ഭയം മാറിപ്പോട്ടെ കേട്ടോ. God bless you.